ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലേജ് ജീനിയസ്. ഇത് ഗൈസ് നമ്മൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് 0 കോസ്റ്റിലാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. ലൈറ്റ്സിൻ്റെ പൈസ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതിൻ്റെ ഉണ്ട്. സോ ഞാൻ വേറെ എക്സ്പെൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചുറ്റിലുള്ള എന്ത് വെച്ചും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം. സോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫാൻറ്റസി പുൽക്കൂടാണ്. ലൈക്ക് അവതാർ, ലൈക്ക് മഷ്റൂം ഒക്കെയുള്ള കുറച്ച് ഓൾഡായിട്ടുള്ള ഒരു ഫാൻറ്റസി പുൽക്കൂട്. പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വലിയൊരു മരത്തിൻ്റെ കഷ്ണമുണ്ട്, അതൊരു മരത്തിൻ്റെ ചോടാണ്. അതിലാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത്. ഈവനിങ്ങിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, കാരണം എനിക്ക് ടൈമില്ലായിരുന്നു. നമ്മൾ ഇരുട്ടിയിലൊക്കെ പോയി വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ, നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അത് ആ ഒരു ഷേപ്പിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ശേഷം കുറച്ച് ഡ്രിഫ്റ്റ് വുഡുകൾ കളക്ട് ചെയ്ത് അതിൽ ആണി അടിച്ച് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാം ദിവസമാണ്. കാരണം നമ്മുടെ പുൽക്കൂട്, ഇത് എന്ത് പുൽക്കൂടാണ് നിങ്ങൾ തന്നെ വിചാരിക്കും. ഒരു മരത്തടി വെച്ചിട്ടുണ്ട്, തെങ്ങ് വെച്ചിട്ടുണ്ട്, അടിയിലൊരു പാട്ട വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഒരു സെൻസ് നിങ്ങൾക്ക് കൊണ്ടുവരില്ല. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് അറ്റ് ഓൾ അറ്റ് ദിസ് ടൈം. ബട്ട് ആഫ്റ്റർ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. ഇത് നല്ല രൂപത്തിലേക്ക് മാറ്റി വരും. സോ ട്രസ്റ്റ് മീ ഗൈസ്, നമുക്കിത് കിടിലനാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് എന്തിൽ നിന്നും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കി എടുക്കാം. ദ ഓൺലി ലിമിറ്റേഷൻ ഈസ് അവർ ഇമാജിനേഷൻ. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ ബേസിക് സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഫ്ലാഷ് ഓണായി കാണിച്ചു തരാം. ഫ്ലാഷ് ഓണായി, ഓക്കെ, ഫ്ലാഷ് ഓണായിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ പുൽക്കൂട് ഏതാണ്ട് ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഒരു 0 കോസ്റ്റിലാണ് ഞാനിപ്പോൾ ഈ പുൽക്കൂട് ചെയ്തിരിക്കുന്നത്. ഞാൻ ആകെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുണ്ടോ, ഇതേപോലെ പായൽ പിടിച്ച് വളർന്നിരിക്കുന്ന മരത്തിൻ്റെ പീസുകൾ, പിന്നെ ഒരു കഷ്ണം ചൂരൽ, അത് ഞാനിവിടെ ഈ പരിസരത്ത് നിന്ന് കളക്ട് ചെയ്തതാണ്. അവിടുന്ന് തന്നെ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ഉണങ്ങിയ കൂണുകളാണ്, മരക്കൂണാണ്, വലിയ വൻ മരക്കൂണുകളാണ്. അതിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. ശ്വസിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. കണ്ണിലൊക്കെ പോയി ചിലർക്ക് ഇറിറ്റേഷൻ, അലർജിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നതായിരിക്കും കേട്ടോ. ദെൻ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഡ്രിഫ്റ്റ് വുഡാണ്. ഇത് വെള്ളത്തിൽ കിടന്ന ഒരു തരം മരത്തടിയാണ്. ഒരുപാട് കാലാന്തരങ്ങൾ വെള്ളത്തിൽ കിടന്നാണ് നല്ല ഈ ഒരു ഷേപ്പിലേക്ക് വരിക. ഇതും ഒരു മരത്തടിയാണ് വലുത്, ഇതും മറ്റൊരു മരത്തടിയാണ്. ഇതിന് തീരെ ബലമില്ല. അങ്ങനെ 5 കൂണുകൾ, 1 2 3 4 5 കൂണ്. ഇത് കൂട്ടണ്ട, ഇത് രണ്ടും ഒരൊറ്റ കൂണ് തന്നെയാണ്, വളർന്നു വന്നിട്ടൊരു കൂണ് തന്നെയാണ്. ശേഷം ഞാൻ ഈ ഒരു വലിയ മരത്തടിയുടെ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ പുൽക്കൂട് ഒരു ചെറിയൊരു കൂട് പോലെ വെച്ച ശേഷം, ഒരു ചെറിയ വീട് പോലെ വെച്ച ശേഷം, ബേസിക്കലി ഉദ്ദേശിച്ചത് ഒരു തൊഴുത്താണ് കേട്ടോ, കാര്യത്തൊഴുത്താണ് ഉദ്ദേശിച്ചത്. അത് വെച്ച ശേഷം ഞാൻ ചെടി വെച്ച് പൊത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മണ്ണിൻ്റെ കളറായതുകൊണ്ട് തന്നെ ഒരു കളർ ഹാർമണി, ഒരു യൂണിറ്റ് ഇതിൽ നമുക്ക് കിട്ടില്ല. സോ നമ്മൾ അതിനെ മീനിങ് ഫുള്ളായ രീതിയിൽ അതിന് കളർ ഹാർമണി കൊടുക്കണം. ഞാൻ ചാരം, കരിക്കട്ട പൊടിച്ച് ഇതിലേക്ക് ഇങ്ങനെ ആ വെള്ളം തളിക്കാൻ പോവാണ്. അപ്പോൾ എന്താവും, ഇതൊന്ന് കറുത്ത് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടാൽ മതി. ഞാനിപ്പം കുറച്ചുകൂടെ കൂണുകൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ജീർണിച്ച മരത്തിൽ വളരുന്ന വലിയ കൂണുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരുപാട് യൂസ്ഫുള്ളായി. പകൽ നമ്മുടെ പുൽക്കൂട് ഇങ്ങനെയാണ് കേട്ടോ. രാത്രിക്കത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി അല്പം കൂടെ കൂണുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഒരു പുൽക്കൂട്, ഓക്കെ, ഒരു ഫാൻറ്റസി വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ കൂണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഉണ്ടല്ലോ, നമ്മൾ അവതാർ സിനിമയിലുള്ളതുപോലെ ആ ഒരു ആകാശത്ത് പൊങ്ങി നടക്കണ ആ ഒരു സാധനങ്ങളില്ലേ, കല്ലുകൾ, പാൻഡോറയിൽ കാണുന്ന കല്ലുകൾ, അതിന് സമാനമായ രീതിയിൽ ഒരു കല്ല് കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെയ്യുന്നതിനെക്കൂട്ട് ഒരു കല്ല് തന്നെയാണ്. നമ്മൾ ആ വള്ളിയൊക്കെ കാട്ടുവള്ളി പോലെയൊക്കെ ആക്കിയെടുക്കണം. അതിൽ കുറച്ച് ചെളിയോ വൈറ്റ് സിമെൻ്റൊക്കെ തൂത്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം. കുളത്തിൻ്റെ പരിപാടി നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പകരം എന്താ, ഇതാണ് സെറ്റ് ചെയ്തത്. ഇങ്ങനെ തൂക്കി കെട്ടി നമുക്ക് ഉപകാരപ്പെട്ടു. അപ്പോൾ ഇനി ഇതിലൂടെ എല്ലാം കുറച്ച് വള്ളിപ്പടർപ്പും കാട്ടുകടിയൊക്കെ പറ്റി പിടിപ്പിച്ച ശേഷം ബാക്കി വർക്കുകളിലേക്ക് കിടക്കാം. നമ്മൾ പുൽക്കൂടിൻ്റെ വർക്കെല്ലാം തീർന്നിട്ടുണ്ട്. ആർട്ട് വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പുല്ലൊക്കെ പതിപ്പിക്കണം. പുല്ല് നമ്മൾ ഈവനിങ്ങിൽ പോയി എടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 2 മണി ആയതേ ഉള്ളൂ. പിന്നെ നമ്മൾ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്ലോട്ടിംഗ് സ്റ്റോണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മണി പ്ലാന്റ് ഒന്നും പറ്റാതിരിക്കാൻ നമ്മൾ ഓരോ മൂട്ടിൽ ഓരോ ബോട്ടിൽ വീതം വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നമ്മളങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഗ്ലാസ് ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ മണി പ്ലാന്റ് നട്ടുകൊണ്ട് തന്നെ അതിൽ സോയിലുണ്ട്, അതിൽ വാട്ടർ ഉണ്ടാവുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടോ, അടിയിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വലിയ ഞാനും ഇതിനും കൂടെ പുൽക്കൂടുള്ള വയറിങ് ആരംഭിച്ചിരിക്കുകയാണ്. വയറിങ് പിന്നെ നോക്കിക്കോളും, പേടിക്കേണ്ട കാര്യമില്ല. ദെൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇനി എന്തെങ്കിലും പറയണ്ട, ഒന്നും പറയാനില്ല. വയറിങ് ഇല്ലേ? ആ, അതവൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ജിനുവിൻ്റെ വരവോടുകൂടി കാര്യങ്ങളൊക്കെ കൂടുതൽ ഓണാവുകയാണ് സുഹൃത്തുക്കളെ. ലൈറ്റുകളെല്ലാം ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് നേരമായി, സമയം ഇപ്പോൾ 6:45 ആയതുകൊണ്ടോ ഞാൻ അടുത്ത ലൈറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ലൈറ്റുകൾ ഇനി ഒരുപാട് ആഡ് ചെയ്യാനുണ്ട്. എല്ലാ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ബാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറകെ കാണിച്ചു തരാം. കണ്ടല്ലോ, സംഭവം കിടുക്കനായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടെ ലൈറ്റ്സുകൾ ആഡ് ചെയ്തിട്ട് പരിപാടി നമുക്ക് പൊളിക്കാൻ അങ്ങോട്ട്. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പുൽക്കൂട് കീടിലനായിരിക്കുകയാണ്. ലൈറ്റുകളൊക്കെ വന്നോട് സംഭവം അങ്ങ് കളറായി പക്ക ഫാൻറ്റസി പുൽക്കൂട് കേട്ടോ, കീടിലൻ. അങ്ങനെ ഞാൻ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ കരോളിലേക്ക് പോവുകയാണ്. കരോളിലെ കുറച്ച് വിഷ്വൽസും കഴിഞ്ഞ് നമുക്ക് നേരെ തിരിച്ചു വരാം. അപ്പോൾ എങ്ങനെയുള്ള മച്ചന്മാർ നമ്മുടെ പുൽക്കൂട് കിടിലനായിട്ടില്ലേ? അപ്പോൾ അതേ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് പുലർച്ചെയാണ് ഇത്. കാരണം പള്ളിയിലെ പരിപാടി നമ്മുടെ കരോളൊക്കെ അന്യായമായിരുന്നു ഗൈസ്. കുട്ടി കൈയൊക്കെ മുറിഞ്ഞ് വൈബായിരുന്നു. അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങളും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. വിഷ് യു ഹാപ്പി, എന്താ പറയുക, സോറി, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേറി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയില്ല ഗൈസ്, വേറൊന്നും പറയില്ല. എൻ്റെ ക്ലീവ് ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സ്നേഹം പരക്കട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യാനും അപ്പോഴാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് നല്ല വീഡിയോ ആയിട്ടും നല്ല കണ്ടന്റുമായിട്ടും വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.